പ്രിയ സ്നേഹിതരെ, ദൈവത്തിൻ്റെ രാജ്യത്തിൽ ആയിരിക്കുന്നു സകലരും എന്ന് ആയിരുന്നല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത്. കാരണം സർവത്തിൻ്റെയും സൃഷ്ടിതാവായ, സർവശക്തനായ, സർവത്തെയും നിയന്ത്രിക്കുന്ന, എല്ലാത്തിൻ്റെ മേലും അധികാരമുള്ള ദൈവത്തിൻ്റെ കീഴിൽ അല്ലാതെ നമുക്ക് ആർക്കും നിൽക്കുവാനോ ജീവിക്കുവാനോ നമ്മുടേതായ കാര്യങ്ങൾ ചെയ്യുവാനോ സാധിക്കുകയില്ല എന്നുള്ള പരമാർത്ഥം നാം അറിഞ്ഞേ മതിയാകും. എങ്കിൽ ഈ ദൈവത്തിൻ്റെ നിയമമല്ലേ നാം അന്വേഷിച്ച് കണ്ടെത്തി പഠിച്ച് അതനുസരിക്കേണ്ടത്. ഇനി അനുസരിക്കാതിരുന്നാൽ ശിക്ഷണ നടപടികൾ ഉണ്ടാകും എന്ന് ഇന്നലെ പറഞ്ഞതുപോലെ നാം ആ ശിക്ഷാ നടപടികൾ നമ്മുടെ മേൽ നടപ്പിലാകുമ്പോൾ ഭരണത്തെയോ ദൈവത്തെയോ ദൈവത്തിൻ്റെ നിയമവ്യവസ്ഥയോ ദൈവത്തിൻ്റെ നിയമങ്ങൾ എഴുതി സൂക്ഷിച്ചിരിക്കുന്ന വേദപുസ്തകത്തെയോ അല്ലെങ്കിൽ ആ നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കുന്നുണ്ടോ, ഉറപ്പുവരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിവ് തരുന്ന അധികാരസ്ഥന്മാരുടെ മുമ്പിൽ നാം അവരെ പഴിക്കുകയോ അവരെ നിന്ദിക്കുകയോ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിരിക്കുന്നത് നിയമങ്ങൾ അറിയുക, പഠിക്കുക, അതിനനുസരിച്ച് എൻ്റെ ജീവിതം ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഇനി മറ്റൊരു വിഷയം കൂടി എന്നോട് ചേർത്ത് പറയട്ടെ. ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ച് തീരുമാനിച്ച് എൻ്റെ ബുദ്ധിയിലേക്ക് കൊണ്ടുവന്ന് എൻ്റെ ശരീരം കൊണ്ട് പ്രവർത്തിക്കുമ്പോഴാണ് നിയമം പാലിക്കുന്നുണ്ടോ ലംഘിക്കുന്നുണ്ടോ എന്നറിയുന്നത്. എൻ്റെ ചിന്തയിൽ വരുന്ന ചിന്തകൾ അത് എങ്ങനെയുള്ള തീരുമാനത്തിലേക്കാണ് എന്നെ നയിക്കുന്നത്, ഏത് പ്രവൃത്തിയിലേക്കാണ് എന്നെ നയിക്കുന്നത് എന്ന് നാം ഒന്ന് പരിശോധിച്ചാൽ അറിയാം നിയമം ഞാൻ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നിയമം ലംഘിക്കുമ്പോൾ, നിയമം പാലിക്കാതിരിക്കുമ്പോൾ ശിക്ഷ എനിക്കുണ്ടാകരുതേ എന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. ശിക്ഷ വരുമ്പോൾ ഞാൻ ഓടി ഒളിക്കുവാൻ, നിയമവാഴ്ചയ്ക്ക് മുൻപിൽ ഞാൻ നിൽക്കാതെ ഓടി ഒളിക്കും, ശിക്ഷാ നടപടികൾ ഞാൻ ഒഴിഞ്ഞിരിക്കും എന്ന് പറയുവാൻ നമുക്ക് ആർക്കും സാധിക്കുകയില്ല. കാരണം ദൈവത്തിൻ്റെ നിയമം സകല മനുഷ്യർക്കും, സകല സൃഷ്ടിക്കും, മൃഗങ്ങൾക്കും, സസ്യങ്ങൾക്കും, ഭൂമിക്കും, അന്തരീക്ഷത്തിനും, കാലാവസ്ഥയ്ക്കും എല്ലാം ദൈവത്തിൻ്റെ നിയമം ബാധകമാണ്. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ ശരീരത്തിൻ്റെ വിഷയമായിരുന്നാലും, നമ്മുടെ ജീവിത വിഷയമായിരുന്നാലും, നമ്മുടെ കുടുംബ ജീവിതമായിരുന്നാലും, നമ്മുടെ ഔദ്യോഗിക ജീവിതമായിരുന്നാലും, അവിടെയൊക്കെയും ദൈവമേ അങ്ങയുടെ നിയമം എന്താണെന്ന് മനസ്സിലാക്കി അത് ഞാൻ അനുസരിക്കും എന്ന് തീരുമാനിക്കുന്നതാണ് ഉചിതം. അങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാം. ഇനി ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രത്യേകത കൂടെ പറഞ്ഞ് നമുക്ക് ഇന്ന് ഈ വിഷയം ഇവിടെ നിങ്ങൾക്ക് അടുത്ത ദിവസം കൂടുതൽ ചിന്തിക്കാം. ഒരു വാക്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരട്ടെ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു വാക്യമുണ്ട്. ഒരു പക്ഷേ ഇത് വളരെ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നതിനപ്പുറമാണ് എന്ന് തോന്നിയേക്കാം. ഞാൻ അല്പമായി വിശദീകരിക്കാം. വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുവാൻ കഴിയും. നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥ അനുസരിച്ചാണ് നാം ചിന്തിക്കുന്നത്, കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, പ്രവർത്തിക്കുന്നത്. വാഹനം ഓടിക്കുന്ന ഒരു ഉദാഹരണം ഇന്നലെ ഞാൻ പറഞ്ഞു. ഇനി സ്കൂളിൽ പഠിക്കുന്നത്, നാം വിദ്യാഭ്യാസം ചെയ്യുന്നത്, ഒരു വർഷം പഠിച്ച് പരീക്ഷ എഴുതി അടുത്ത വർഷം പുതിയ ക്ലാസ്സിലേക്ക് പോകുന്നത്, ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസപരമായിട്ടുള്ള നിയമങ്ങൾക്കനുസരിച്ചാണ്. ഇതേപോലെ ദൈവരാജ്യത്തിൻ്റെ നിയമങ്ങളിൽ പ്രധാനമായും പാലിക്കുമ്പോൾ ലഭിക്കുന്ന ചില പ്രത്യേക അനുഭവങ്ങൾ, അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അവിടെ ചിലർ ചിന്തിക്കുന്നത് ഭക്ഷിക്കുവാനും കുടിക്കുവാനും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ദൈവരാജ്യത്തിലെ പൗരനാണ്, എനിക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്ന് ചിന്തിക്കുന്നവർ കാണാം. എന്നാൽ ഭക്ഷണത്തെക്കാളും പാനീയത്തെക്കാളും മറ്റ് വസ്ത്രത്തെക്കാളും
ഭവനത്തെക്കാളും ദൈവരാജ്യത്തിൽ ഉള്ള പൗരന്മാർക്കുള്ള ഒരു പ്രത്യേക ദൈവിക അനുഗ്രഹമാണ് 1 നീതി, 2 സമാധാനം, 3 സന്തോഷം. ഇവ ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് പറയപ്പെടുന്നു. നീതിയോടെയും ന്യായത്തോടെയും നേരോടും കൂടെ നിയമങ്ങൾ നടപ്പിലാക്കുന്നു എന്ന് ദൈവം ഉറപ്പുവരുത്തും. നിയമം ലംഘിക്കുന്നിടത്ത് ദൈവം ശിക്ഷാ നടപടികൾ അയക്കുന്നു. ശിക്ഷ നടപടികൾ വരുമ്പോൾ ദൈവമേ അങ്ങനെ ചെയ്യരുതേ, എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ദൈവത്തോട് ചോദിച്ചാൽ, ഒരു പക്ഷേ ദൈവം നമ്മോട് കനിവ് കാണിച്ചാൽ, നമ്മുടെ നിയമലംഘനം ക്ഷമിച്ചാൽ ശിക്ഷാ നടപടിയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ കഴിയും. അതുകൊണ്ട് ഭക്ഷണമുണ്ട്, വസ്ത്രമുണ്ട്, പണമുണ്ട്, ആരോഗ്യമുണ്ട്, ഇതെല്ലാം മതി എന്നല്ല. അതിലുപരി വേറെന്തൊക്കെയോ ദൈവരാജ്യത്തിൽ ഉള്ളവർക്ക് അനുഭവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞതാണ് നീതി, സമാധാനം, സന്തോഷം. വരും ദിവസങ്ങൾ നമുക്ക് ഉള്ളിൽ ചിന്തിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.